നമസ്കാരം. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് ദൃഢവും വിട്ടുവീഴ്ചയില്ലാത്തതുമാണ്. അതായത് ഇന്ത്യക്ക് തീവ്രവാദത്തോടുള്ള നിലപാട് പകൽ പോലെ വ്യക്തമെന്ന്. പകൽഗാം ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാൻ, പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഇന്ത്യ നടത്തിയിരുന്നു. ഇസ്ലാമാബാദിന്റെ പ്രകോപനമില്ലാത്ത ആക്രമണത്തിന് മറുപടിയായി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ സൈറ്റുകൾ, കമാൻഡർ ആൻഡ് കൺട്രോൾ സെന്ററുകൾ എന്നിവ ഉൾപ്പെടെ പാകിസ്ഥാൻ സൈനിക സൗകര്യങ്ങൾ ആക്രമിച്ചു കീഴ്പ്പെടുത്തി. ഇന്ത്യ ഇങ്ങനെ പോകുന്ന സമയത്താണ് ആരും പ്രതീക്ഷിക്കാതെ ചെങ്കോട്ട ആക്രമണം ഉണ്ടായത്. ഇവിടെ ആക്രമണം നടത്തിയത് 40 കിലോയോളം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂഡൽഹിയിൽ 2 ദിവസത്തെ ഭീകരവിരുദ്ധ കോൺഫറൻസ് 2025 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ നടുക്കിയ ഭീകരവാദത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ആഭ്യന്തര വകുപ്പ് വെളിപ്പെടുത്തിയത്. നവംബർ 10 സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ച സംഭവത്തിൽ 15 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് ജമ്മു കാശ്മീർ പോലീസ് മികച്ച അന്വേഷണം നടത്തിയെന്നും ഷാ വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന സ്ഫോടനം 40 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു. അതേസമയം 3 ടൺ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപേ കണ്ടെത്താനായി എന്നത് വലിയൊരു നേട്ടമാണ്. ഡൽഹി സ്ഫോടനം നടക്കുന്നതിന് മുന്നേ തന്നെ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും പിടികൂടാനായി എന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യമെമ്പാടും പോലീസ് സേനയ്ക്ക് വേണ്ടി പൊതുവായ ഒരു ഭീകരവിരുദ്ധ സ്ക്വാഡ് അനിവാര്യമാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ATSന്റെ ചുമതല അത്യധികം പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞ അദ്ദേഹം എല്ലാ DGPമാരോടും ഇത് അടിയന്തരമായി രൂപവൽക്കരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പകൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്തവരെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ശിക്ഷിക്കുകയും നടപ്പാക്കിയവരെ ഓപ്പറേഷൻ മഹാദേവിലൂടെ ഇല്ലാതാക്കുകയും ചെയ്തു. പകൽഗാം ഭീകരാക്രമണത്തിന് സുരക്ഷാ സേന നടത്തിയ വിജയകരമായ അന്വേഷണത്തിലൂടെ പാകിസ്ഥാനിലെ ഭീകരവാദ യജമാനന്മാർക്ക് ഇന്ത്യയിലെ ജനങ്ങൾ ശക്തമായ മറുപടി നൽകി. ഭീകരവാദത്തിനെതിരായ സീറോ ടോളറൻസ് നയത്തിന്റെ ഭാഗമായി സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെ 360 പ്രഹരം ഏൽപ്പിക്കാൻ പുതിയ പദ്ധതി ഉടൻ വരുമെന്നും തക്കതായ താക്കീത് നൽകിക്കൊണ്ട് അമിത്ഷാ പറഞ്ഞു. പകൽഗാം ആക്രമണത്തിന് അന്വേഷണം പഴുതുകളില്ലാത്ത രീതിയിലായിരുന്നു പൂർത്തിയാക്കിയത്. വരും ദിവസങ്ങളിലും നടപ്പിലാക്കാൻ പോകുന്ന പുതിയ ഡേറ്റാബേസുകളും ഭീകരവിരുദ്ധ പോരാട്ടത്തിലെ പ്രധാന അസ്ഥിയായി മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. NIA പുതുക്കിയ ക്രൈം മാനുവലും അമിത്ഷാ ചടങ്ങിൽ പ്രകാശനം ചെയ്തു.